നമസ്കാരം. ഞാൻ അശോക് കുമാർ, വടവൂർ പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു പൊതുവായ ഒന്ന് നിരീക്ഷിച്ചാൽ, തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ പരമാവധി പാലിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. പഞ്ചായത്തിൻ്റെ ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ കോവിഡ് ഉൾപ്പെടെയുള്ള മാരക രോഗത്തിൻ്റെ വ്യാപനവും രണ്ടാം ഘട്ട വ്യാപനവും ഉൾപ്പെടെയുള്ള ഒട്ടനവധി പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടിരുന്നു. ആ സന്ദർഭത്തിൽ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് പഞ്ചായത്ത് സ്വന്തമായി FLTCയുടെ പ്രവർത്തനം ആരംഭിക്കുകയും ഏതാണ്ട് 110 കിടക്കുകളുള്ള ആശുപത്രി നമ്മൾ തയ്യാറാക്കുകയും ചെയ്തു. നമ്മുടെ സമീപ പഞ്ചായത്തുകളിൽ അടക്കമുള്ള ഒട്ടനവധി രോഗികൾക്ക് ആശ്വാസകരമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ FLTCയായി വടവൂർ പുത്തൻകുരിശ് പഞ്ചായത്തിൻ്റെ FLTC മാറുകയുണ്ടായി. അതോടൊപ്പം വാക്സിനേഷൻ, ഈ ജില്ലയിൽ തന്നെ സമ്പൂർണ്ണ വാക്സിനേഷൻ ആദ്യം നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്തുള്ളൊന്ന് വടവൂർ പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്താണ്. ആശാപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുമെല്ലാം ഒരേ മനസ്സോടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ആ കോവിഡ് മഹാമാരിയെ തടഞ്ഞു നിർത്തുന്നതിനും സമ്പൂർണ്ണമായ വാക്സിനേഷൻ നടക്കുന്നതിനും ആദ്യഘട്ടത്തിൽ കഴിഞ്ഞത്. തുടർന്നങ്ങോട്ട് പഞ്ചായത്തിൻ്റെ പൊതുവായ വികസനങ്ങൾ ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് അമൃത കുടീരം ഭവന പദ്ധതി. ഏതാണ്ട് GCDAയുടെ ഭൂമി അമൃത ട്രസ്റ്റിന് കൈമാറിക്കൊണ്ട് 124 കുടുംബങ്ങളെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച ഒരു പദ്ധതിയായിരുന്നു അമൃത കുടീരം. 200 സ്ക്വയർ ഫീറ്റ് മാത്രം വലിപ്പമുള്ള അടുക്കളയോ അതുപോലെ തന്നെ ടോയ്ലറ്റോ ഇല്ലാത്ത ചെറിയ വീടുകളാണ് അവർക്ക് നിർമ്മിച്ച് നൽകിയിരുന്നത്. അത് പലതും ദുർബലാവസ്ഥയിലാവുകയും തകർന്നു വീഴുകയും ചെയ്തതിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്തിന് അവർക്ക് വേണ്ടിയിട്ടൊരു ഭവന പദ്ധതി ഏറ്റെടുക്കേണ്ടി വന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ അവരെ ഉൾപ്പെടുത്തുവാൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞില്ല. കാരണം അവർക്ക് നിലവിൽ വീടുകളുണ്ട് എന്നതിൻ്റെ പേരിലാണ് അത് ഒഴിവാക്കപ്പെട്ടു പോയത്. തുടർന്ന് PMAY അർബൻ സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർക്ക് വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി നാം ഏറ്റെടുക്കുകയുണ്ടായത്. അതിന് ആ പ്രദേശം ചെങ്കുത്തായ ഭൂപ്രദേശമാണ് എന്നുള്ളതുകൊണ്ട് അവിടുത്തെ ഭൂവികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന് ഏറ്റെടുക്കേണ്ടി വന്നു. സാധാരണഗതിയിൽ ഒരു ഗ്രാമപഞ്ചായത്തിന് ഏറ്റെടുക്കാൻ കഴിയുന്നൊരു പദ്ധതിയല്ല. എങ്കിൽ പോലും സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് ആ ഭൂവികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നത്. ചെങ്കുത്തായ ഭൂമിയായതിനാൽ അത് തട്ടായി തിരിക്കേണ്ടി വന്നു. റിട്ടൈനിങ് വാൾ ഉൾപ്പെടെ ഏതാണ്ട് 3.5 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ, ഭൂവികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഗ്രാമപഞ്ചായത്തിന് നീക്കിവെക്കേണ്ടി വന്നിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടും വിവിധ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടും MLA ഉൾപ്പെടെയുള്ള അവരുടെ ആസ്തി വികസന ഫണ്ടുകളുമെല്ലാം ഈ പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വീടുകളുടെ നിർമ്മാണത്തിനും കേന്ദ്ര സംസ്ഥാന വീതവും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ വീതം കണ്ടെത്തുന്നതിന് വേണ്ടി KURDCയുടെ ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ആ വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചത്. ഇതിനോടകം ഏതാണ്ട് 67 വീടുകൾ നിർമ്മാണം പൂർത്തീകരിച്ചു ഗുണഭോക്താക്കൾക്ക് കൈമാറി. 104 പേരാണ് അവിടെ എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത്. 124 പ്ലോട്ടുകൾ ഉണ്ടെങ്കിൽ പോലും പഞ്ചായത്തുമായി ലൈഫ് ഭവന പദ്ധതിയിൽ PMAY അർബൻ സ്കീമിൽ എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത് 104 പേരാണ്. അതിൽ 67 പേരുടെ നിർമ്മാണം പൂർത്തിയായി. 15ഓളം വീടുകളുടെ നിർമ്മാണം നടക്കുന്നു. അപ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഭൂവികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മുഴുവൻ പേർക്കും വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ പദ്ധതിയാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. ഈ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കായി അത്തരത്തിലുള്ള സ്ഥാപനം ഉണ്ടായിരുന്നില്ല. ഭരണസമിതി അത്തരമൊരു സ്ഥാപനം ആരംഭിക്കുകയും അത് ഇന്ന് 40-ലേറെ കുട്ടികൾക്ക് ആശ്വാസമായി, 40-ലേറെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി ആ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോവുകയാണ്. അവിടുത്തെ കുട്ടികളാണെങ്കിൽ ഇന്ന് ജില്ലാതലത്തിൽ കായികമേളകളിലും കലാമേളകളിലുമെല്ലാം ചാമ്പ്യന്മാരായി വലിയ മികച്ച രീതിയിലുള്ള ആകർഷകമായ ഒരു പ്രൊജക്റ്റായി ആ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ മുമ്പോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് ദിശ. ആ ദിശ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ ഓരോന്നിനെയും മികവുറ്റതാക്കി തീർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ പദ്ധതി നമ്മൾ ഏറ്റെടുത്തത്. കുട്ടികളുടെ പാഠ്യപ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളും കുട്ടികളുടെ സർഗാത്മകമായ എല്ലാ കഴിവുകളും പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ വളരെ സമഗ്രമായ ഒരു പദ്ധതിയായിട്ട് അത് മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കായിക അധ്യാപകരടക്കമുള്ള സ്പെഷ്യൽ അധ്യാപകർ ഇല്ല, അവരുടെ സേവനം ലഭിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പഞ്ചായത്ത് 2 കായിക അധ്യാപകരെ അടക്കം നിയമിച്ചുകൊണ്ടാണ് പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലെയും കുട്ടികളെ കോർത്തിണക്കിക്കൊണ്ടുള്ള പരിശീലനങ്ങൾ നൽകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ സബ് ജില്ലാ തലങ്ങളിൽ മികച്ച റിസൾട്ട് കായിക മേഖലയിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പഞ്ചായത്ത് തലത്തിൽ ഈ പൊതുവിദ്യാലയങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് വർഷത്തിലൊരിക്കൽ
പ്രത്യേക കായികമേളയും ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം കുട്ടികളെ പഠനയാത്രകൾ സാധാരണഗതിയിൽ മറ്റ് സ്കൂളുകളിലെല്ലാം നടക്കുന്നത് പോലെയല്ല, പഞ്ചായത്തിൻ്റെ ദിശാപദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന പഠനയാത്രകൾ സയൻസ് സെൻ്ററുകളും അതുപോലെ കുസാറ്റ് പോലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് സന്ദർശിക്കുന്നത്. അതെല്ലാം കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ അവസരം നൽകുകയാണ്. അതോടൊപ്പം തന്നെ റോബോട്ടുകളുടെ നിർമ്മാണം അടക്കമുള്ള അതിൻ്റെ പരിശീലനം ഉൾപ്പെടെയുള്ള പരിപാടികൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ വാനനിരീക്ഷണം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന തലത്തിലുള്ള പ്രധാനപ്പെട്ട അധ്യാപകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളുമെല്ലാം ഈ ദിശാപദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കായിക മേഖലയിൽ വലിയ പ്രാധാന്യം നമ്മുടെ പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പുത്തൻകുരിശ് ടൗണിൽ ഒരു ഇൻഡോർ ഷട്ടിൽ കോർട്ട് അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാവുകയാണ്. ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയും. അതുപോലെ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഗ്രൗണ്ടാണ് കളവയൽ ഗ്രൗണ്ട്. വയൽ ഗ്രൗണ്ടിൻ്റെ പുനരുദ്ധാരണത്തിനായി MLA ഫണ്ട് അനുവദിച്ച് ഏതാണ്ട് 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അത് വളരെ മനോഹരമായ ഒരു ഫുട്ബോൾ കോർട്ടായി കളവയലിലെ ഫുട്ബോൾ കോർട്ട് മാറും. അതോടൊപ്പം തന്നെ വടയമ്പാത്ത് മലയിലുള്ള പാർക്ക്, ആ പാർക്കിൻ്റെ നിർമ്മാണത്തിനും DPR തയ്യാറാക്കി അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് പഞ്ചായത്തിൻ്റെ വേസ്റ്റ് ഡംപിങ് യാർഡായിരുന്ന വടയമ്പാത്ത് മലയിലെ ആ പ്രദേശം കുപ്പക്കൂനയായിരുന്ന ആ പ്രദേശമാണ് മനോഹരമായി പാർക്കായി രൂപാന്തരപ്പെടാൻ പോകുന്നത്. ഏതാണ്ട് 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് മനോഹരമായ പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിന് ഫണ്ടെല്ലാം നീക്കിവെച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. അടുത്ത് തന്നെ അതിൻ്റെ നിർമ്മാണം നമുക്ക് നടത്താൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ എല്ലാ ക്ലബ്ബുകളെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും വളരെ മികച്ച രീതിയിലുള്ള കായികമേളകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. കേരളോത്സവം പോലുള്ള പരിപാടികൾ മുഴുവൻ വിജയികൾക്കും ട്രോഫി ഉൾപ്പെടെ നൽകിക്കൊണ്ട് വലിയ ആകർഷകമായി ആ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. 100 കണക്കിന് പങ്കാളിത്തമാണ് ആ പരിപാടികളിലാകെ ഉണ്ടാകാറുള്ളത്. അതോടൊപ്പം ഗ്രന്ഥശാലകളുടെ പ്രവർത്തനത്തിന് പ്രത്യേകമായ ഊന്നൽ നമ്മൾ നൽകുന്നുണ്ട്. പഞ്ചായത്തിലെ മുഴുവൻ വായനശാലകളിലും 4 പത്രങ്ങളും അതുപോലെ തന്നെ 7ഓളം ആനുകാലികങ്ങളും പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നൽകുന്നത്. അതോടൊപ്പം 2 ലക്ഷം രൂപ നീക്കിവെച്ചുകൊണ്ട് മുഴുവൻ വായനശാലകൾക്കും പുസ്തകങ്ങൾ വാങ്ങി നൽകുന്ന പദ്ധതി നമ്മൾ ഏറ്റെടുത്തു. എല്ലാ വായനശാലകൾക്കും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ പ്രോജക്ടറുകൾ അതുപോലെ തന്നെ അവർക്ക് ലാപ്ടോപ്പ് മറ്റ് ഫർണിച്ചറുകളെല്ലാം എല്ലാ വായനശാലകൾക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച വായനശാല പ്രവർത്തനം, ഗ്രന്ഥശാല പ്രവർത്തനം നടക്കുന്ന പഞ്ചായത്താണ് വടവൂർ പുത്തൻകുരിശ് പഞ്ചായത്ത് എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഊർജ്ജ സംരക്ഷണ മേഖലയിൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പൂർണ്ണമായ പ്രവർത്തനം സോളാറിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അതോടൊപ്പം പഞ്ചായത്തിലെ വടവൂർ LP സ്കൂൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ സോളാറിലേക്ക് അതിൻ്റെ പ്രവർത്തനം മാറ്റി. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ ഇപ്പോൾ LED ലൈറ്റുകളാണ്. മറ്റ് CFL അടക്കമുള്ള ലൈറ്റുകളെല്ലാം മാറ്റി സമ്പൂർണ്ണമായി LED പഞ്ചായത്തിലെ തെരുവ് വിളക്കുകൾ മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. അതോടൊപ്പം മിക്കവാറും എല്ലാ വാർഡുകളിലും ഏതാണ്ട് 20 ഇടങ്ങളിൽ പൊതുസ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ സോളാർ സ്ട്രീറ്റ് ലൈറ്റുകളും ഇതിനോടകം പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഊർജ്ജ സംരക്ഷണ മേഖലയിൽ ശ്രദ്ധേയമായ ഇടപെടൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന അംഗനവാടികളെല്ലാം തന്നെ നവീകരിക്കാനും പുതുതായി 3 അംഗനവാടികളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനും 2 അംഗനവാടികളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുവാനും കഴിഞ്ഞു. അതോടെ മിക്കവാറും എല്ലാ വാർഡുകളിലെയും അംഗനവാടികൾ സ്മാർട്ട് അംഗനവാടികളായി മാറുകയാണ്. അങ്ങനെ അടിസ്ഥാനപരമായി എല്ലാ മേഖലയിലും കൈവച്ചുകൊണ്ടാണ് പഞ്ചായത്തിൻ്റെ ഭരണസമിതി മുമ്പോട്ട് പോകുന്നത്. റോഡുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ BPCL കൊച്ചിൻ റിഫൈനറിയുടെ CSR ഫണ്ട് ലഭ്യമായതിനെ തുടർന്ന് 2 BMBC റോഡുകൾ നിർമ്മാണം പൂർത്തീകരിച്ചത് ഈ കാലഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പുത്തൻകുരിശ് വില്ലേജ് ഓഫീസ് റോഡ് വൈറ്റ് റോഡായി കോൺക്രീറ്റ് റോഡായി നിർമ്മിച്ചത് 1,60,00,000 രൂപ ചിലവിൽ നിർമ്മിക്കാൻ കഴിഞ്ഞതും ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ്. അതോടൊപ്പം തന്നെ വിവിധ വാർഡുകളിലൂടെ പോകുന്ന വലിയ റോഡുകൾ, ഒന്നിലേറെ വാർഡുകൾ ആയി ബന്ധപ്പെട്ട് പോകുന്ന റോഡുകളെല്ലാം പൊതു പ്രൊജക്റ്റുകളായി ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പന്നിക്കുഴി കരിമുകൾ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു. പുത്തൻകുരിശ് കൊല്ലപ്പടി റോഡ് 1,88,00,000 രൂപ ചിലവിലാണ് ഇപ്പോൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. വർക്ക് താമസം വിന ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ അടിസ്ഥാനപരമായ എല്ലാ മേഖലകളിലും ശ്രദ്ധേയമായ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖലയിൽ ഒട്ടനവധി പദ്ധതികളാണ് ഈ കാലത്തിനകം നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നെൽകൃഷിയുടെ വ്യാപനം, അതുപോലെ സമ്പൂർണ്ണമായ പച്ചക്കൃഷി കൃഷി, ഫലവൃക്ഷ തൈകളുടെ വിതരണം, കുറ്റിക്കുരുമുളക് തൈകളുടെ വിതരണം തുടങ്ങി ഒട്ടനവധി പദ്ധതികൾ, കിഴങ്ങ് വിളകളുടെ സംരക്ഷണം ഉൾപ്പെടെ ഒട്ടനവധി പദ്ധതികൾ കാർഷിക മേഖലയിൽ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ നിർദ്ദേശപ്രകാരമുള്ള
അല്ലെങ്കിൽ അവിടുത്തെ ഗുണഭോക്താക്കളായിട്ടുള്ള ക്ഷീര കർഷകരുടെ ആവശ്യാനുസരണമുള്ള മുഴുവൻ പദ്ധതികളും ഒരു തടസ്സവുമില്ലാതെ ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ നമുക്കുണ്ട്. ആരോഗ്യ മേഖലയിലും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഏറ്റവും മികച്ച രീതിയിൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇന്നിപ്പോൾ നടക്കുന്നുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഴുവൻ സബ് സെൻ്ററുകളും ഏതാണ്ട് 12-13 ലക്ഷം രൂപ ചിലവിൽ മുഴുവൻ സബ് സെൻ്ററുകളും നമ്മൾ നവീകരിച്ചു കഴിഞ്ഞു. നിലവിൽ സബ് സെൻ്റർ ഇല്ലാതിരുന്നത് ബ്രഹ്മപുരത്താണ്. അവിടെ സ്വന്തമായ സ്ഥലമുണ്ടായിരുന്നില്ല. നിലവിൽ കിൻഫ്രയുമായി സഹകരിച്ച് അവർ ഭൂമി പഞ്ചായത്തിന് ലഭ്യമാക്കിയിട്ടുണ്ട്. അവിടെയും സബ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉടനെ ആരംഭിക്കുകയാണ്. ഇങ്ങനെ എല്ലാ മേഖലയിലും ശ്രദ്ധ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് വടവോട് പുത്തൻകുരിശ് പഞ്ചായത്തിന് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും.